ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്റർ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ കുറേ അനാലിസിസുകളും ഒക്കെ കണ്ടു കാണും. നമ്മുടെ SSCയുടെ നോട്ടീസും കണ്ടു കാണും. അനാലിസിസ് ഒക്കെ ബാൻ ചെയ്തുകൊണ്ടുള്ള നോട്ടീസും കണ്ടു കാണും. അപ്പോൾ ഇനിയും എന്ത് ചെയ്യും, അനാലിസിസുകൾ തുടരുക തന്നെ ചെയ്യും. അത് ഇപ്പോൾ എക്സ്പെക്റ്റഡ് പേപ്പർ എന്നോ അല്ലെങ്കിൽ സാമ്പിൾ പേപ്പർ എന്നോ ഒക്കെ പറഞ്ഞിട്ട് അനാലിസിസ് തുടരുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും ആ എക്സാക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പുറകെ പോകരുത്. കാര്യം ഒരു എന്താണ് ചോദിക്കുന്നത്, ഏതൊരു ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ അറിയുന്നത് കുഴപ്പമില്ല. പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടാണോ വരുന്നതെന്ന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എക്സാക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നും വരണമെന്നില്ല. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് മെമ്മറി ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ഓർത്തെടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് തരുന്ന സമയത്ത് ഡേറ്റയിൽ ചേഞ്ച് ഒരു മോഡൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഈ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു വിലപ്പെട്ട സമയം, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കൊരു 18-ാം തീയതിയോ അല്ലെങ്കിൽ 20-ാം തീയതിയോ അടുത്ത ഒരാഴ്ച കഴിഞ്ഞാണ് എക്സാം, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാണ് എക്സാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാണ് എക്സാം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഈ അനാലിസിസിൻ്റെ പുറകെ പോകരുത്. ഇപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അനാലിസിസ് കണ്ടുകൊണ്ടിരുന്നാൽ ഒരു ഗുണമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് 30 ഡേയ്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ CGLൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക, അതൊന്ന് കണ്ടിട്ട് അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയത് തന്നെ കൊണ്ടുപോകുക. ഒരിക്കലും ഈ അനാലിസിൻ്റെ പുറകെ ഇരിക്കരുത്. ജസ്റ്റ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കാണുന്ന പോലെയല്ല. നിങ്ങൾ എപ്പോഴും ഈ അനാലിസിസ് വീഡിയോ കണ്ടിട്ട്, നിങ്ങൾക്ക് തുടക്കക്കാരാണ് പ്രശ്നം, തുടക്കക്കാർക്ക് ഇത് തന്നെ വരും എക്സ്പെക്റ്റഡ് ആയിട്ട്. അതായത് ഇപ്പം എക്സാം നടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ വരും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അത് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ അത് ആയിരിക്കത്തില്ല അവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ പേപ്പർ നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടാവും. ഒരിക്കലും ഈ അനാലിസിസ് വീഡിയോയുടെ അല്ലെങ്കിൽ അനാലിസിസ് കണ്ട് അല്ലെങ്കിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്നും പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോയാൽ ഒരിക്കലും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് പേപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് പേപ്പർ ആണ്, അല്ലാതെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും ഡിസ്കസ് ചെയ്യാനല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷേ അത് എക്സൈറ്റഡ് ആയിട്ട് പഠിക്കണമെന്നല്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം വരുന്നത് ഏത് പാറ്റേൺ ആണ്, TCSൻ്റെ പാറ്റേണിൽ പഴയ എക്സാംസിന് നടന്ന 2023-ലും 2022-ലും ഒക്കെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ പാറ്റേൺ ആണ്. അതായത് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രീവിയസ് ഇയർ നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ട് പോയത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഒരിക്കലും ഇതിൽ ഇരിക്കരുത്. പിന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊന്നും ക്വാളിറ്റി ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മാറിയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സിലാണ് നമ്മുടെ ചാനലിൽ ഇതുവരെയുള്ള 250ഓളം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളവർ, ഫ്രീ ആയിട്ട് തരുന്ന ഒന്നും ക്വാളിറ്റി ഇല്ലാത്തതാണ്, വില കുറഞ്ഞതാണ് എന്ന് തോന്നുന്നവർക്ക് ജസ്റ്റ് ഇന്നത്തെ ക്ലാസ് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ മനസ്സിലാവും നമ്മുടെ ക്ലാസ് ഏത് ലെവലിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വഴി തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക, നമ്മുടെ മലയാളികൾ എല്ലാവരിലേക്കും എന്ത് ചെയ്യുക, ചാനലിൽ എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് പേപ്പർ എന്ന് പറഞ്ഞു. 25-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, 25ഓളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ഇപ്പോൾ പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, അങ്ങനെ ജോമെട്രി, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി എല്ലാത്തിലെയും ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്. അതും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് റിവിഷൻ നടത്താനോ അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തുള്ള ക്ലാസ്സുകളാണെന്നുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ എക്സാക്റ്റ് ആയിട്ടുള്ള, ഒരിക്കലും നിങ്ങൾക്ക് എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടത്തില്ല. അത് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യവുമില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം. The price of an article is increased by R%. The new price was decreased by R% later. Now the latest price is ₹1. What is the original price of the article? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യും? അപ്പോൾ ഇവിടെ എക്സാമിന്, ഇപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ CGL എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ CGL എക്സാം ഇപ്പോൾ എഴുതാൻ പോകുന്നവർ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അതായത് ഇനിഷ്യൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, ഇൻക്രീസ് ബൈ R%. അതായത് ഒരു സാധനം 6% ഇൻക്രീസ് ചെയ്താൽ എന്താവും, അത് 100 + R% ആവും. ഒരു സാധനം 10% കൂടിയാൽ അത് അതിൻ്റെ 110% ആവും. അപ്പോൾ ഈ ഒരു വാല്യൂവിനെ എന്ത് ചെയ്യും, അതിൻ്റെ 100 + R% ആയി. 100 + R% നമുക്ക് ഇൻറ്റു ബൈ 100 എഴുതാം. പെർസെൻറ്റേജിന് വരും ബൈ 100 എഴുതി. ഈ വാല്യൂ, ഈ ചേഞ്ച് ചെയ്ത വാല്യൂ പിന്നെ എന്ത് ചെയ്തു, ഡിക്രീസ്ഡ് ബൈ
6% ലേറ്റർ, അതായത് ഇതെന്തായി 6% കുറഞ്ഞു, അതായത് 100 - R/100 ആയി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് 1 തന്നിട്ടുള്ളത്, നമുക്ക് ഇനിഷ്യൽ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഈ 100 × 100 ആ മേളിൽ പോവും, അതായത് 10,000 മേളിൽ വരും. 10,000 മേളിൽ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്തു? നമ്മുടെ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസിന് സൊല്യൂഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. 100 × 100 എത്രയാണ്? ഇവിടെ 10,000 വന്നു, ഡിവൈഡഡ് ബൈ 100 + R × 100 - R എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ, അതാണ് ഈ 10,000 - R². A + B × A - B, A² - B². എത്ര സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അതിനകത്ത് വേറെ കൺസെപ്റ്റുകളൊന്നും പഠിക്കാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, ആദിത്യ ബൈസ് 300 മാംഗോസ് ഫോർ റുപ്പീസ് ഇത്രയും രൂപ. ഇത്രയും രൂപയ്ക്ക് എന്ത് ചെയ്തു? ആദിത്യ 300 മാങ്ങ വാങ്ങി. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പീഡിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ക്ലാസ്സുകൾ ആദ്യം മുതൽ കാണുക. എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നമ്മളുടെ ഏകലവ്യ ബാച്ച് എനിക്കും സത്യത്തിൽ വലിയ ഒരു വിഷമമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് ഏകലവ്യ ബാച്ച്, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാത്സിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ അതിൽ പല കാരണങ്ങളുണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ. അപ്പം ഞാനത് ഫുള്ളായിട്ട് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ മെറ്റീരിയൽസ് എടുത്തത്. പക്ഷേ അത് മെറ്റീരിയൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിനകത്ത് എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും എനിക്ക് ഉൾപ്പെടുത്തണം. അതുകൊണ്ടായിരുന്നു കുറച്ച് പ്രശ്നം വന്നത്. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് ഞാനിപ്പോൾ അരമണിക്കൂർ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ വെച്ചാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളത് കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണത്തില്ല, നിങ്ങൾക്കത് പഠിക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ എന്ത് ചെയ്യും? അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ ചാപ്റ്റർ കഴിയാറായി. അപ്പോൾ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വലിയ നമ്പർ ഓഫ് ഏകദേശം ഒരു 10 മണിക്കൂർ കൂടുതൽ വരും. 10 മണിക്കൂർ കൂടുതൽ എന്തായാലും വരും. അപ്പോൾ അത് ഒറ്റ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ചാനലിൽ ഇടും. അതുപോലെ എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യും? ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഈ CGL തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരാഴ്ച അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വർഷത്തെ നിങ്ങളുടെ CGL പഠിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത വർഷത്തെ എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് മാത്സ് ഫുള്ള് ഞാൻ എന്ത് ചെയ്യും? അതിൽ തീർത്തിരിക്കും. അതിൻ്റെ ഉറപ്പാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ 300 മാംഗോസ് ഇത്രയും രൂപയ്ക്ക് വാങ്ങുന്നു. സം ഓഫ് ദീസ് മാംഗോസ് ആർ റോട്ടൺ ആൻഡ് ത്രോൺ അവേ. ഹി സെൽസ് ദ റിമൈനിങ് മാംഗോസ് അറ്റ് ₹5 each and makes a profit of ₹150. Find the percentage of mangoes thrown away. ഇപ്പോൾ എത്ര മാങ്ങ എടുത്ത് കളഞ്ഞു? ഇപ്പോൾ 300 മാങ്ങ 1100 വിൽക്കുമ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾക്ക് പ്രോഫിറ്റ് 150 കിട്ടുന്നു. അതായത് 1100 വാങ്ങിയ മാങ്ങകളിൽ 150 രൂപ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ 1250 രൂപയ്ക്കായിരിക്കണം അവസാനം വിൽക്കേണ്ടത്. അപ്പോൾ 1250 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അയാൾ ഒരു മാങ്ങയ്ക്ക് എത്ര രൂപ വിൽക്കുന്നത്? ₹5 each ആണ്. ഒരു മാങ്ങയ്ക്ക് 5 രൂപ വെച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയ്ക്ക് 5 രൂപ വെച്ച് വെക്കുന്നു. ടോട്ടൽ പൈസ 1250 ആണെങ്കിൽ എത്ര മാങ്ങ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1250 ഡിവൈഡഡ് ബൈ 5. എത്ര മാങ്ങ 5 രൂപയ്ക്ക് അയാൾ വിൽക്കുന്നു. ടോട്ടൽ കിട്ടുന്ന പൈസ 1250. 1250 ബൈ 5 എന്ന് പറയുമ്പം 125 ബൈ 5 25 അതായത് 250 മാങ്ങ അയാളുടെ കയ്യിൽ വിൽക്കാനുണ്ട്. അയാൾ വാങ്ങിയത് 300 മാങ്ങയാണ്, അതിൽ 250 മാങ്ങ അയാൾ വിൽക്കുന്നുള്ളൂ. അപ്പോൾ എത്ര മാങ്ങയാണ് അയാൾ എറിഞ്ഞു കളഞ്ഞത്? 50 മാങ്ങയാണ് എറിഞ്ഞു കളഞ്ഞത്. 50 മാങ്ങ എറിഞ്ഞു കളഞ്ഞു. എത്രയിൽ? 300ൽ 50 ബൈ 300 എന്ന് പറഞ്ഞാൽ 1/6. അതായത് 6ൽ 1 അയാൾ കളഞ്ഞു. എന്നാൽ 100ൽ എത്ര? 1/6 എന്ന് പറഞ്ഞാൽ 16 2/3 ആണ് പെർസെൻറ്റേജിൻ്റെ ഏകലവ്യ ക്ലാസ് കാണുക. ഒരു പേനയുടെ ആവശ്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യും? 1/6 16 2/3. ഇത് ഞാൻ ഇനി എഴുതേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത നമ്മൾ റേഷ്യോയിലെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് A + B. ഇപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എന്നാണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങൾ കാണാം. ഇതേ ക്വസ്റ്റ്യൻസ് ഇതേ ടൈപ്പ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യും. മീൻ പ്രൊപ്പോർഷൻ ഓഫ് A + B നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്. ക്രാഷ് കോഴ്സിലെ ക്ലാസ്സുകൾ കാണുക. അതിലേക്ക് സെയിം ടൈപ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് കാണുക. ക്രാഷ് കോഴ്സിലെ ക്ലാസ്സുകൾ കാണുക. A + B A - B the whole cube, A + B the whole cube and A - B. ഇതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പറിൻ്റെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു രണ്ട് വേരിയബിളിൻ്റെ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് A + B ഇൻറ്റു A - B the whole cube ഇൻറ്റു A + B the whole cube ഇൻറ്റു A - B ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? A + B ഇൻറ്റു A + B the whole cube എന്ന് പറഞ്ഞാൽ A + B raised to 4, A raised to m ഇൻറ്റു A raised to n, A raised to m + n. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. A + B ഇൻറ്റു A + B the whole cube, അതായത് A + B എത്ര വട്ടം വരും? 4 വട്ടം വരും. അതായത് A + B the whole raised to 4 വരും. ഇനി A - B the whole cube ഇൻറ്റു A - B. ഇപ്പോൾ A - B എത്ര വട്ടം വരും? A - B 4 വട്ടം വരും. അതിൻ്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ A + B the whole raised to 4. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പവർ എന്ത് വരും? raised to 1/2. അപ്പോൾ റൂട്ട് ഓഫ് A + B the whole raised to 4
എന്ന് പറഞ്ഞാൽ എന്തിനെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 വരുന്നത്. എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓപ്ഷൻ എന്ത് ചെയ്യാം? ഇതൊക്കെ പേന എടുക്കുക ചെയ്യാം. അല്ലാതെ എടുത്ത് പേന എടുത്ത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്, എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4. റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഇതെന്താവും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വരും. ഇനി റൂട്ടിന് പുറത്ത് വരുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വരും. പക്ഷേ പേന എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. പേന എടുക്കാതെ തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ. സെയിം പോലെ ഇതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ വേണം. അതായത് ഇതിൻ്റെ അകത്ത്, റൂട്ടിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റ് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ മൈനസ് ബിയും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറും, എ ക്യൂബ് പ്ലസ് ബി ക്യൂബും എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയറും. അപ്പോൾ നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ആ സാധനം തന്നെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതും ഇവിടുത്തുള്ള ബാക്കിയുള്ളതുകൊണ്ട് വെട്ടിപ്പോവും. ഇപ്പോൾ ഇവിടെ എന്ത് വരും? എ പ്ലസ് ബി വരും. ഇവിടെ എന്തുണ്ട്? എ മൈനസ് ബി ഓൾറെഡി ഉണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മൈൻഡിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനത്തുള്ള മെത്തേഡ്സ് നിങ്ങൾ പഠിക്കണം. ഒരിക്കലും നിങ്ങൾ എഴുതി ചെയ്യുന്ന മെത്തേഡ്സ് അല്ല പഠിക്കേണ്ടത്. അത് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏകലവ്യ ബാച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നിരിക്കും. ഓക്കെ, ഇപ്പോൾ എ മൈനസ് ബിയുടെ വാല്യൂ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ എ മൈനസ് ബിയും ഇവിടുത്തെ എ മൈനസ് ബിയും വെട്ടിപ്പോയി. ഇപ്പോൾ എ പ്ലസ് ബി ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു എ പ്ലസ് ബി ഉണ്ട്. ഇപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? എ പ്ലസ് ബി എന്ന് വരും. ഓപ്ഷൻ ബി എന്ത് ആൻസർ കൊടുക്കാം. ഒരു പേനയുടെയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ വേരിയബിളൊക്കെ കാണുമ്പോൾ പേടിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിലെ റേഷ്യോയിലും ക്വസ്റ്റ്യൻ കണ്ടു. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഡിസോണസ്റ്റ് ഡീലർ ചോദിക്കുന്നുണ്ട്. ഡിസോണസ്റ്റ് ഡീലർ നമ്മുടെ അർജുന ബാച്ചിലെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. ഡിസോണസ്റ്റ് ഡീലർ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളല്ലേ നമ്മളുടെ അർജുന ബാച്ചിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഞാൻ പറഞ്ഞു അർജുന ബാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി. കറക്റ്റ് റിയൽ ആയിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അർജുന ബാച്ചാണ്. അപ്പോൾ അതെടുത്ത് കണ്ടിട്ട് പോവുക. ഇനിയെങ്കിലും ഷിഫ്റ്റ് എക്സാം ഉള്ളവർ അതെടുത്ത് കണ്ടിട്ട് പോകാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് പോവുക. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സുകൾ ഫുള്ള് അർജുന ബാച്ച് ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഓൾജിബ്ര ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം സെറ്റായിട്ട് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. എ ഷോപ്പ് കീപ്പർ പർച്ചേസ്ഡ് 1600 മാംഗോസ് അറ്റ് ദ റേറ്റ് ഓഫ് ഇത്രയും പെർ ഡസൻ ആണ്. ഔട്ട് ഓഫ് ദിസ് ഹി സോൾഡ് 900 മാംഗോസ് ഇത്രയും 15 പെർ മാംഗോ ആൻഡ് ദ റിമൈനിങ് മാംഗോസ് അറ്റ് 14 പെർ മാംഗോ. ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്, അയാൾക്ക് എത്ര ഗെയിൻ ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പോൾ 1600 മാംഗോ അറ്റ് ദ റേറ്റ് ഓഫ് 120 പെർ ഡസനിലാണ് എന്ത് ചെയ്തത്? അയാൾ വാങ്ങിയത്. അപ്പോൾ അതിനകത്ത് 900 മാംഗോ എന്ത് ചെയ്തു? 15 പോയി. 900 മാംഗോ 15 ഇതിൽ പോയി. ബാക്കി എത്ര ഉണ്ട്? എത്ര? 700 എണ്ണം ഉണ്ട്. 700 എണ്ണം 14 പെർ മാംഗോയിൽ പോയി. ഗെയിൻ പെർസെൻറ്റേജ് ആവേണ്ടത്. അപ്പോൾ ഇയാൾക്ക് 900 മാംഗോസിന് 15 പെർ മാംഗോ. ഇപ്പോൾ ഇവിടെ നോക്കേ 120 പെർ ഡസനാണ്. അതായത് 12 എണ്ണത്തിന് 120 വെച്ചാൽ വിറ്റേ. 12 എണ്ണത്തിന് 120 വെച്ചാൽ വിറ്റെങ്കിൽ വാങ്ങിയത് പർച്ചേസിലല്ലേ. അപ്പോൾ 12 എണ്ണത്തിന് ഡസൻ എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ് കേട്ടോ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. നമ്മുടെ കിലോഗ്രാം ഒക്കെ പറയുന്നോണം. അപ്പോൾ ഒരു ഡസൻ വാങ്ങാന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. 12 എണ്ണം 120 ആണെങ്കിൽ ഒരെണ്ണത്തിന് എത്ര രൂപ? 10 രൂപ. അപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപയ്ക്കാണ് വാങ്ങിയത്. അങ്ങനെ എത്ര എണ്ണം വാങ്ങി? 1600 എണ്ണം വാങ്ങി. അതായത് 1600 ഇൻറ്റു 10, അതായത് 16,000 രൂപയുടെ മാങ്ങയാണ് അയാൾ വാങ്ങിയത്. അപ്പോൾ അയാൾക്ക് കോസ്റ്റ് പ്രൈസ് 16,000 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്നത് പേന എടുക്കാതെ തന്നെ ചെയ്യാം. ഒലീവ് ബോർഡിൻ്റെയൊക്കെ ലൈവ് മോക്കിൻ്റെ സൊല്യൂഷൻ കണ്ടവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിലൊന്നും പേന എടുക്കേണ്ട ആവശ്യമില്ല. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുക കാൽക്കുലേഷൻ സ്പീഡിന് വേണ്ടി. ഓക്കെ, അപ്പോൾ 16,000 രൂപയ്ക്കാണ് അയാൾ വാങ്ങിയത്. അപ്പോൾ ഇത് എത്ര ബിഗിനറായിട്ടുള്ളവരാണെങ്കിലും കാര്യം മനസ്സിലാവുമല്ലോ. 120 12 എണ്ണത്തിന് 120 ആണെങ്കിൽ ഒരെണ്ണത്തിന് 10 രൂപ. ഓക്കെ, ഒരെണ്ണത്തിന് 10 രൂപ ആയതുകൊണ്ടാണ് 12 എണ്ണത്തിന് 120 വന്നത്. അങ്ങനെയാണെങ്കിൽ 1600 എണ്ണത്തിന് 16,000 രൂപ. 1600 ഇൻറ്റു 10. അപ്പോൾ അതിനകത്ത് 900 മാംഗോ എന്ത് ചെയ്തു? 15 പെർ മാംഗോ. അപ്പോൾ 900-ന് അയാൾ 10 രൂപയ്ക്ക് വാങ്ങിയത്. അപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ ഇവിടെ 5 രൂപ ലാഭം കിട്ടിയത്. 5 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ലാഭമില്ല, നഷ്ടമില്ല അല്ലേ? 10 രൂപയ്ക്ക് വാങ്ങി 10 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ലാഭമില്ല, നഷ്ടമില്ല. പക്ഷേ ഇയാൾ എന്താ 15 പെർ മാംഗോ വിറ്റ്. അതായത് ഒരു മാങ്ങയ്ക്ക് 5 വെച്ച് 900 മാങ്ങയ്ക്ക് 900 ഇൻറ്റു 5 4500 രൂപ അവിടെ ലാഭം കിട്ടി. ഇനി റിമൈനിങ് മാംഗോ എത്ര? 14 പെർ മാംഗോ. അതായത് ബാക്കി 10 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ലാഭമില്ല, നഷ്ടമില്ല. റിമൈനിങ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 700 എണ്ണം. 900 1600 ആക്കാൻ വേണ്ടി 700 എണ്ണം. 700 എണ്ണത്തിന് എത്ര രൂപ ലാഭം കിട്ടുന്നത്? 4 രൂപ വെച്ച്. ഒരെണ്ണത്തിന് 4 രൂപ വെച്ച് ലാഭമാണ്. അപ്പം 700 ഗുണം 4 2800. അപ്പോൾ ഇതിൻ്റെ കൂടെ 2800 രൂപ എന്ത് ചെയ്യും? അയാൾക്ക് ലാഭം കിട്ടും. അപ്പോൾ ടോട്ടൽ ലാഭം അയാൾക്ക് 6300 ആണ്. 4500 2800 എത്രയല്ലേ? 16,000 രൂപ ചിലവായതിൽ അയാൾക്ക് 6300 ലാഭം. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഇതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ വേണം. 2 പോയി ഈ 63 120 തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് വേണ്ടുന്നത്. ഇപ്പോൾ 16 ആണ് 10%. അപ്പം
40% എന്ന് പറഞ്ഞാൽ 16 ഗുണം 4 64. അപ്പോൾ നമ്മുടെ ആൻസർ 40% ജസ്റ്റ് അടുത്തായിരിക്കും. 40% ജസ്റ്റ് അടുത്തായിരിക്കും. ഓക്കെ, 40% ജസ്റ്റ് അടുത്തായിരിക്കും. 45 23 73 ഓക്കെ, ശ്രദ്ധിച്ചോണം. 45 20 65 8 73. ഓക്കെ, 73 7300 അയക്ക് ലാഭം. ഓക്കെ, അപ്പോൾ 2 0 പോയി. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ 40% എന്ന് പറഞ്ഞാൽ 64. 160ൻ്റെ ഇതിൻ്റെ അർത്ഥം എന്താ? 73/160 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 160ൻ്റെ എത്ര ശതമാനമാണ് 73? അപ്പോൾ 160ൻ്റെ 10% 16. അപ്പോൾ 16 ഗുണം 4 64. അപ്പോൾ 40% കൂടുതൽ ആൻസർ. അപ്പോൾ ഇതുമല്ല. ഇനി 50% എന്ന് പറഞ്ഞാൽ എത്ര? 80. അപ്പോൾ 50% അടുത്ത് പോവോ? 50% അടുത്ത് പോവോ അതോ 45 പോകത്തുള്ളൂ? അപ്പോൾ 45 ഒന്ന് ചെക്ക് ചെയ്യാം. 40% എന്ന് പറഞ്ഞാൽ 64, പിന്നെ 5% എന്ന് പറഞ്ഞാൽ 8. 64 വിട്ടും 72, അതായത് 72 73ൻ്റെ അടുത്ത് 72 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഏകദേശം 40ഉം 5%. 5% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇപ്പം ബേസിക് ക്ലാസ് അറിയാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഉറപ്പ് തരാം, ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. 73/160 45.625. ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിക്കുക. ബിഗിനറായിട്ടുള്ളവരാണെങ്കിൽ ഇത്രമാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്നിടത്ത്, നിങ്ങൾ പഠിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുന്നിടത്ത് ഈ ക്വസ്റ്റ്യൻ എഴുതിയാണോ ചെയ്യിപ്പിക്കുന്നത് അതോ നമ്മളുടെ രീതിയിൽ പേന എടുക്കാതാണോ ചെയ്യിപ്പിക്കുന്നത്? പേന എടുക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുറച്ച് മെനക്കെട്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ചെയ്യുക. നിങ്ങൾ ഏകലവ്യ ബാച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഏകലവ്യ ബാച്ചിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, എന്താ കാര്യങ്ങളെന്നൊക്കെ പെർസെൻറ്റേജ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം പെർസെൻറ്റേജ് അറിയാതെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസോ SICയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോപ്പ് കീപ്പർ 3600 രൂപയ്ക്ക് എന്ത് ചെയ്തു? കുറച്ച് ആപ്പിൾ വാങ്ങി. 1/5 ഓഫ് ദം 10% ലോസിലും 1/4 റിമൈനിങ് ആപ്പിൾ ലോസ് ഓഫ് 5%, 2/3 ഓഫ് ദ റെസ്റ്റ് 15% പ്രോഫിറ്റിൽ. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ റിമൈനിങ് ആപ്പിൾസ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 27% ഓവറോൾ എന്ത് വേണം? അയാൾക്ക് 27% എന്ത് വേണം? ലാഭം വേണം. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ 1/5ഉം 1/4 ഉള്ളത്. 1/5 1/4 ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ നമുക്ക് എത്ര എടുക്കാം? ഓക്കെ, 2/3 ഉണ്ട്. 1/5 1/4 2/3. ഇപ്പോൾ 1/5 1/4 2/3. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ആപ്പിൾസ് ആയിട്ട് അസ്യൂം ചെയ്യണം. കാര്യം കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി. അപ്പോൾ 5 ഗുണം 4 20, 20 ഗുണം 3 60. അപ്പോൾ ടോട്ടൽ ഞാൻ 60 ആപ്പിൾ ഉണ്ടെന്ന് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. അപ്പോൾ 60 ആപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ 1/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 12. 12 എന്താണ്? ലോസ് ഓഫ് 10%, -10 ലോസ് ആയതുകൊണ്ട് എത്രയുണ്ട്? -10 എന്ന് എഴുതി. 1/4 ഓഫ് ദ റിമൈനിങ് എന്ന് പറഞ്ഞാൽ എത്ര? 48 ബാക്കിയുണ്ട്. അപ്പോൾ 48ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ എത്ര? 60 എണ്ണത്തിൽ 12 കഴിഞ്ഞു, ബാക്കി 48. 48ൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ ബാക്കി 12 അതെന്താണ്? ലോസ് ഓഫ് 5%. അവിടെ 5% ലോസ്. 2/3 ഓഫ് ദ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 24 പോയി. ബാക്കി എത്ര ഉണ്ട്? ഇവിടെ 36 ഉണ്ട് അല്ലേ? 60 നിന്ന് 27 പോയി 36 ഉണ്ട്. അപ്പോൾ 36ൻ്റെ 2/3. അപ്പോൾ 36 ഗുണം 2/3, അതായത് 36/3 എന്ന് പറയുമ്പോൾ 12, 12 24. 24 എന്താണ്? പ്രോഫിറ്റ് ഓഫ് 15%. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 27 42, ബാക്കി 12 ആണുള്ളത്. അത് എത്ര ഇതിന് വിൽക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എത്ര പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് അറിഞ്ഞൂടാ. ഓവറോൾ എത്രയാണ്? 27% ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓവറോൾ 27% ആ പ്രോഫിറ്റ് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാം. റേഷ്യോ എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. 1:1, 2:1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓവറോൾ നമുക്ക് കിട്ടും. ഇവിടെ വെയിറ്റഡ് ആവറേജ് എടുക്കാം. 1 - 10. ഇതൊക്കെ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇത്രയും ചാപ്റ്റേഴ്സ് ഞാൻ റിവിഷനായിട്ട് ചെയ്യണമെങ്കിൽ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞേ പറ്റൂ. ഓക്കെ, ഇവിടെ വെയിറ്റഡ് ആവറേജ് ആണ് ചെയ്യുന്നത്. 1 - 10 -10 -5 -15 +30. അപ്പോൾ -15 +30 +15 +x. ഇവിടെ ഞാൻ x എന്ന് കൊടുക്കുവാണ്. ഓക്കെ, +x ഇതിൻ്റെ വാല്യൂ ആണ്. 1 2 2 4 5 5 ഗുണം 27 135. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. അതായത് എക്സ് 120 ആണ്. അതായത് ഇവിടെ എന്താണ്? 120% ലാഭമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ 120% ലാഭം അവിടെ ഉണ്ടാവണം. അപ്പോൾ 120% ലാഭത്തിനാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഒരു റിമൈനിങ് സാധനം വിൽക്കേണ്ടത്. അപ്പോൾ 120% ലാഭത്തിന് വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇവിടെ 3600 രൂപയാണ് അയാൾക്ക് ടോട്ടൽ ആപ്പിളിനായത്. അപ്പോൾ 3600-ന് പകരമാണ് നമ്മൾ എത്ര എടുത്തത്? ഇവിടെ ഇനി നമ്മൾ 12 12 27 12. അപ്പോൾ ഈ 12 നമുക്ക് വേണ്ടത്. അപ്പോൾ 60 3600 ആണെങ്കിൽ 60 3600 എടുത്തത്. ഓക്കെ, 60 3600 എടുത്തത്. അപ്പോൾ 60-ന് പകരം 60 എണ്ണത്തിന് നമുക്ക് ആയത് എത്രയാണ്? നമ്പർ ഓഫ് ആപ്പിൾസ് 60 എണ്ണത്തിന് 60 എണ്ണമാണ് നമ്മളുടെ ടോട്ടൽ ആപ്പിൾ എന്ന് വെച്ചോ. 3600 രൂപയാണ് 60 എണ്ണത്തിന് എടുത്തത്. അല്ലെങ്കിൽ 5 എണ്ണം എടുക്കണം. എങ്ങനെയാണ് ചെയ്യാം? ഇപ്പോൾ 1 1 2 1. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വെച്ചോ. അപ്പോൾ 1 1 2 1. അപ്പോൾ 60 എണ്ണം എടുക്കണം. നമ്മൾ ഒരു യൂണിറ്റ് ഇവിടെ, ഒരെണ്ണം ഇവിടെ, 2 എണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, അങ്ങനെയാണെന്ന് വെച്ചോ. ടോട്ടൽ 5ൻ്റെ വാല്യൂ ആണ് 3600. അപ്പോൾ 5ൻ്റെ വാല്യൂ 3600 ആണ്. ഒരെണ്ണത്തിൻ്റെ വാല്യൂ എത്ര കിട്ടി? 3600/5 എന്ന് കിട്ടി. ഓക്കെ, 3600/5 എന്ന് കിട്ടി. അപ്പോൾ
ഇനി ചെയ്യേണ്ടത് എന്താ, ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് എത്ര ശതമാനത്തിന് വിൽക്കണം, ഇതിനെ നമ്മൾ 120% ലാഭത്തിന് വിൽക്കണം. ഇതിനെ 120% ലാഭത്തിന് വിൽക്കുന്നു പറഞ്ഞാൽ ഇൻറ്റു 120/100, അതായത് 6/5. ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതായത് ഒന്നിൻ്റെ വാല്യൂ. ഓക്കെ, ഇൻറ്റു 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 60 വെച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് 25 വെച്ച് കിട്ടുമ്പോൾ ഇത് എത്ര കിട്ടും, ഇത് 4, 36 × 4 × 6, അതായത് 216 × 4, 216 × ഓക്കെ, നമുക്ക് എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റിയോ, കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒന്നും എടുക്കണ്ട, ഇവിടെ നമ്മൾ 60 എണ്ണം എന്നല്ലേ നമ്മൾ എടുത്തത്, അസ്യൂം ചെയ്തത്. ഓക്കെ, 60 എണ്ണം മതി. ഓക്കെ, അപ്പോൾ ഈ 60ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്ര, 3600. 60 എണ്ണത്തിന് 3600 രൂപയാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടുന്നത്, നമുക്ക് 12 എണ്ണത്തിന് വില വേണം. അതാണ് 3605. ഇത് അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ റിമൈനിങ്. ഓക്കെ ഓക്കെ 127% ഓവറോൾ കിട്ടും. അപ്പോൾ ഇതിനെ 120% വിൽക്കണ്ട. ഓക്കെ, അപ്പോൾ 3600 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഓക്കെ, ഇത് എന്ത് വേണം, 120% ലാഭത്തിന് കിട്ടണം. ഇപ്പോൾ 120% ലാഭം എന്ന് പറഞ്ഞാൽ 120/100 ആണ്. അപ്പോൾ 2, 1 0, ഇവിടുന്ന് 1 0 പോകും. യെസ്, 120/100 ആണ്. 120/100 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 1 0 പോകും, ഈ ഒരു 0 പോകും, ഈ 1 0, ഈ 1 0 പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 × 12 × 12, 147 × 6. ഓക്കെ, നമുക്ക് എന്താ കിട്ടുന്നത്, 147 × 6 എന്ന് പറയുമ്പോൾ 800 സംതിങ് ആണല്ലോ വരുന്നത്. ഇവിടെ നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾ ആൻസർ കൊടുക്കാം. യെസ്, 120% ലാഭത്തിനോ, അതായത് 220%-ത്തിനാണ് വിൽക്കേണ്ടത്. യെസ്, അതാണ്. യെസ്, ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, ആൻസർ 9ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഓപ്ഷനകത്ത് 9ൻ്റെ മൾട്ടിപ്പിൾ, ഇവിടെ 9. ഓക്കെ, ഇവിടെ 9. ഓക്കെ, 2 9ൻ്റെ മൾട്ടിപ്പിളാണ്. 9 എല്ലാം 9ൻ്റെ മൾട്ടിപ്പിളാണ്. 10 18. ഓക്കെ, ഇത് മാത്രമല്ല, ഇതിൽ 3 4 ഏതോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കാൽക്കുലേഷൻ തെറ്റിയത്. കാൽക്കുലേഷൻ തെറ്റൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ എടുക്കുക, 60 എടുക്കേണ്ട, 1 2 4 5 5 ടോട്ടൽ ഉള്ളത്. അപ്പോൾ 5 എണ്ണത്തിന് വില 3600 ആണെങ്കിൽ ഇവിടെ ഒരെണ്ണമാണല്ലോ, ഒരെണ്ണത്തിന് വില എന്ത് കിട്ടും, കോസ്റ്റ് പ്രൈസ് 3600/5 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 120% ലാഭം വേണം. അതായത് 120%, ഒരു സാധനത്തിന് 120% ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 220%-ത്തിലാണ് വിൽക്കേണ്ടത്. 220/100 വരും. ഒരു 0 കൂടെ പോയി, ഇവിടുത്തെ ഒരു 0 പോയി, ഇവിടെ 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും, ഇവിടെ 5 വെച്ച് വെട്ടാം. 5 വെച്ച് കിട്ടുമ്പോൾ 72 × 22, അതായത് 2 × 2 4 അവസാനിക്കും. 4 അവസാനിക്കുന്ന 9ൻ്റെ മൾട്ടിപ്പിൾ, 7 2 9 ആണ്. അപ്പോൾ 4 അവസാനിക്കുന്ന 9ൻ്റെ മൾട്ടിപ്പിൾ ചെയ്തുണ്ട്, ഓപ്ഷൻ ബി 1580. അങ്ങനെ കൊടുക്കാം. നേരത്തെ നമുക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇവിടെ 120% ലാഭത്തിന് ഇൻറ്റു 120% അല്ല കൊടുക്കണ്ടേ. 120% ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം 120% ലാഭത്തിന് വിൽക്കുമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 220%, 100 + 120. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, 6% ലാഭത്തിന് വിൽക്കുന്നു, അല്ലെങ്കിൽ 6% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 100 + 6%-ത്തിലോട്ട് മാറുകയാണ്. ഓക്കെ, യെസ്, നല്ല ക്വസ്റ്റ്യനാണത്. അടുത്ത ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റീറ്റെയിലർ അനൗൺസസ് എ ഡിസ്കൗണ്ട് ഓഫ് 30% for selling an air conditioner marked at ₹3. The cost price of the air conditioner is 70% below the market price. He offers a further discount of 20% if the buyer presents his membership card for retail store. The profit of the retailer with the membership card scheme is what percentage of the profit of the retailer without the membership card? അതായത് മെമ്പർഷിപ്പ് കാർഡ് വെച്ചിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് ആണ് റീറ്റെയിലറിൻ്റെ വിത്തൗട്ട് മെമ്പർഷിപ്പ് കാർഡ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഡിസ്കൗണ്ട് 30%. ഫസ്റ്റ് കേസിൽ 30% എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇയാൾക്ക് റീറ്റെയിലറിന് 30% ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യും, അതിൽ പരിപാടി വിൽക്കും. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ എയർ കണ്ടീഷണർ ആണ് 70% ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ 70% ആണ്. ഇതിൻ്റെ 70% ആണ് അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു മെമ്പർഷിപ്പ് കാർഡ് കൂടെ ഉണ്ടെങ്കിൽ, റീറ്റെയിൽ സ്റ്റോറിൽ മെമ്പർഷിപ്പ് കാർഡ് കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് അയാൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ 92,000 ഒന്നും ഒരു ആവശ്യമില്ല. കാര്യം ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. കാര്യം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. അപ്പോൾ 100 അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ആദ്യത്തെ കേസിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ 70 എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കണ്ടീഷൻ ഈസ് 70% ബിലോ ദ മാർക്കറ്റ് പ്രൈസ്. 100 ആണെങ്കിൽ അയാൾക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 30 കോസ്റ്റ് പ്രൈസ് 30 കോസ്റ്റ് പ്രൈസ് 30 അയാൾ എത്ര വിൽക്കുന്നത്, 70 വിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തു 70 വിൽക്കുന്നത്.
ഓക്കെ, മാർട്ട് ഓക്കെ 70 വെക്കുന്നത്. അവിടെ ലാഭം എന്ന് പറഞ്ഞാൽ എത്ര 40 ലാഭം അല്ലേ. 30ഉം 70 തമ്മിലുള്ള ഡിഫറൻസ് 40 ആദ്യത്തെ കേസിൽ ലാഭം വിത്തൗട്ട് മെമ്പർഷിപ്പ് കാർഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി ഇതാ. ഹി ഓഫേഴ്സ് ഫർദർ ഡിസ്കൗണ്ട് 20% ഇഫ് ദ ബയർ പ്രസന്റ് ദ മെമ്പർഷിപ്പ് കാർഡ്. റീറ്റെയിൽ സ്റ്റോറിൽ കാർഡ് കൊടുത്താൽ ഇപ്പോൾ ഫർദർ 20% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 70 കിടക്കുന്നത്. അതിനകത്ത് 20% കൂടെ പിന്നെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. 20% കുറയ്ക്കുന്നു പറഞ്ഞാൽ 14 കുറയ്ക്കുന്നു. 14 കുറച്ച് എത്ര വെക്കുന്നത്, 56 വെക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ ലാഭം എത്ര, 26 ഇയാളുടെ ലാഭം. ആദ്യത്തെ കേസിൽ വിത്തൗട്ട് കാർഡാണെങ്കിൽ 40 ലാഭം, വിത്ത് കാർഡാണെങ്കിൽ 26 ലാഭം. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ, ദ പ്രോഫിറ്റ് ഓഫ് ദ റീറ്റെയിലർ വിത്ത് മെമ്പർഷിപ്പ് കാർഡ്. അതായത് 26 എന്ന് പറഞ്ഞാൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് റീറ്റെയിലർ വിത്തൗട്ട് മെമ്പർഷിപ്പ് സ്കീം. അതായത് 40 വിത്തൗട്ട് മെമ്പർഷിപ്പ് സ്കീം. 26/40 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 13/20 1/20 എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ 13/20 എന്ന് പറയുമ്പോൾ 13 × 5% 65%. ഓപ്ഷൻ ബി എന്ത് ആൻസർ കൊടുക്കാം. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മെത്തേഡ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചോളാം. യെസ്, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ഇൻട്രസ്റ്റ് എൻഡ് ഓൺ ഇത്രയും രൂപ അറ്റ് 10% per annum for 3 years is ₹X. ആൻഡ് 1736 is the simple interest earned on ഇത്രയും രൂപ at the rate of 14% for y years. Then the value of x by y. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഓൾറെഡി അർജുന ബാച്ചിൽ ക്ലാസ് ചെയ്തതാണ്. അതെല്ലാം പോയി കാണുക. സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ അനാലിസിസ് വീഡിയോ കാണുന്നതിനേക്കായി നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക, നന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക. യെസ്, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് എൻഡ് ഓൺ ഇത്രയും 10% for 3 years, അതായത് 30%. ഇതിൻ്റെ 30% ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ 30% എന്ന് പറയുമ്പോൾ 28 × 3 84 അപ്പോൾ 84 ഒരു 0. ഇതിൻ്റെ 30%. ഓക്കെ, 28 3 84 ഒരു 0. 840 എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 840. ഇതായിരിക്കും നിങ്ങളുടെ പേപ്പറിലുള്ള ആദ്യത്തെ എഴുത്ത്. 1736 സിമ്പിൾ ഇൻട്രസ്റ്റ് എൻഡ് ഓൺ ഇത്രയും അറ്റ് ദ റേറ്റ് ഓഫ് 14% ഫോർ വൈ ഇയേഴ്സ്. അപ്പോൾ 14% ആണെങ്കിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര, ഒരു വർഷം 14%. അങ്ങനെ ഇതിൻ്റെ 14% എന്ന് പറഞ്ഞാൽ 10% 620, 4% എന്ന് പറഞ്ഞാൽ 62 × 4, 1% 62, 62 4 248, 620 248 868. അപ്പോൾ 868 ഒരു വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ 868 ഇരട്ടിയിൽ എഴുതി വെച്ചേക്കുന്ന 1736, 86 2 772 ബാക്കി 8, അതാണ് 868. ഓക്കെ, 868 ഇരട്ടിയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വേണം, 868 വെച്ച് 2 വർഷം വേണം. ഇതൊക്കെ കൺസെപ്റ്റാണ്. ഇപ്പോൾ വൈയുടെ വാല്യൂ എത്ര കിട്ടും, 2 കിട്ടും. ഇപ്പോൾ 840/2 420 എക്സ് ബൈ വൈയുടെ വാല്യൂ. ഒരു പേനയുടെ ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം എഴുതിയാൽ മതി. പക്ഷേ കൺസെപ്റ്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു certain amount is lent at x% per annum simple interest for 3 years. Instead, if the amount was lent at 3x% per annum interest for y more years, then the simple interest would have been 7 times the earlier interest. What is the value of y? വൈയുടെ വാല്യൂ വേണം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ, ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിലുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. സമയം കിട്ടാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരെക്കായി മുന്നിൽ വരും. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു എമൗണ്ടിനെ, സെർട്ടൻ എമൗണ്ടിനെ എക്സ് എന്ന് കൊടുക്കുന്നു. എക്സ് അല്ല, നമ്മളൊരു വാല്യൂ, ഏതോ ഒരു വാല്യൂ പി എന്ന് വെച്ചോ. അപ്പോൾ അതിനകത്ത് x% per annum എത്ര വർഷത്തേക്ക്, 3 ഇയേഴ്സിലേക്ക്. അപ്പോൾ പെർസെൻറ്റേജ് ഞാൻ കൊടുക്കുന്നില്ല. x% പി x% എത്ര വർഷത്തേക്ക്, 3 വർഷത്തേക്ക്. ഇതാണ് അവിടുത്തെ ഇൻട്രസ്റ്റ്. അത് ഒരു യൂണിറ്റ് ആണെന്ന് വെച്ചോ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്യുന്നത്, ഇൻസ്റ്റഡ് ഇഫ് ദ എമൗണ്ട് വാസ് ലെൻഡ് അറ്റ്, ഇപ്പോൾ എമൗണ്ട് സെയിം ആണ്, പി ആണ്, 3x, എക്സിന് പകരം 3x% ആയി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ വൈ മോർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും, ഇവിടെ 3 വർഷത്തിന് പകരം ഇവിടെ 3+y ആവും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താവും, 7 ടൈംസ് ആവും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, എക്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, പെർസെൻറ്റേജ് എഴുതേണ്ട ആവശ്യമില്ല. 3 വെട്ടിപ്പോയി. അപ്പോൾ 1/3+yയുടെ വാല്യൂ 1/7 കിട്ടി. ഇപ്പോൾ വൈയുടെ വാല്യൂ എത്ര കിട്ടി, വൈയുടെ വാല്യൂ സിമ്പിളായിട്ട് നമുക്ക് 4 കിട്ടും. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് എഴുതിയത്. ഓപ്ഷൻ ബി എന്ത് ആൻസർ കൊടുക്കാം. ഇങ്ങനത്തുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരും. കാണാൻ വലിയ എന്തോ പാടാന്ന് വിചാരിക്കും, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമ്മുടെ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ ഓക്കെ. എ മാൻ ഇൻവെസ്റ്റ് എ ടോട്ടൽ സം ഓഫ് ഇത്രയും രൂപ, 10,000 രൂപ ഇൻ എ കമ്പനി. A part of the sum invested 10% interest per annum and the remaining part of 15% interest per annum. If the total interest 2 വർഷം കൊണ്ട് ഇത്രയാണെങ്കിൽ സം ഇൻവെസ്റ്റഡ് അറ്റ് 15% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ നമുക്ക് അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ, അലിഗേഷന് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് വേണ്ട. അലിഗേഷൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എല്ലാ ടൈപ്പും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഇത്രയും രൂപയാണ്, 10% സിമ്പിൾ ഇൻട്രസ്റ്റിൽ. ഇപ്പം ഞാൻ ഒരു വർഷത്തേക്കുള്ള കാര്യം എടുക്കുക. ഒരു വർഷത്തേക്ക് ആ പൈസ 10%-ലായിരുന്നു മൊത്തം ഇട്ടിരുന്നെങ്കിൽ നമുക്ക് എത്ര കിട്ടിയേനെ, 10,000-ൻ്റെ 10%, 1000 രൂപ എന്ത് ചെയ്യാനെ കിട്ടിയേനെ. അപ്പോൾ ഈ മെത്തേഡൊക്കെ നോക്കിക്കോളാം. റിമൈനിങ് പാർട്ടിന് വരും ടോട്ടൽ 10,000 രൂപയും ഞാൻ 15% ഇട്ടിരുന്നെങ്കിൽ, ടോട്ടൽ 10,000 രൂപയും
ഞാൻ 15% ഇട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ 15%, 10% 1000, 5% 500, അതായത് 1500 രൂപ എന്ത് ചെയ്യാൻ കിട്ടിയാൽ. പക്ഷേ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടായൊക്കെ കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ്? 2400 എന്നാൽ 1 വർഷം കൊണ്ട് എത്രയും കിട്ടിയത്? അതിൻ്റെ പകുതി 1200 ആയിരിക്കും കിട്ടിയത്. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും. എന്തിൻ്റെ റേഷ്യോ കിട്ടുന്നത്? നമ്മുടെ സമ്മിൻ്റെ റേഷ്യോ. അലിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ്, നമ്മുടെ പെർസെൻറ്റേജിലാണ്, നമ്മുടെ റേറ്റ് പെർസെൻറ്റേജിലാണ് നമ്മൾ അലിഗേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് അലിഗേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തിൻ്റെ ആയിരിക്കും? നമ്മുടെ സമ്മിൻ്റെ ആയിരിക്കും. എന്തിൻ്റെയാണോ ആ ബേസ് ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ആയിരിക്കും. റേഷ്യോ എന്ത് കിട്ടും? ഇവിടെ 300, ഇവിടെ 200, അതായത് 3:2 റേഷ്യോ കിട്ടും. ഇത് 3, ഇത് 2. അപ്പോൾ 3:2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് 3 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട് 2 യൂണിറ്റ് ആണ്. 3ഉം 2ഉം 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 10,000. 5 യൂണിറ്റ് 10,000 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2000. 2000 ഗുണം 5 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സം ഇൻട്രസ്റ്റ് റേറ്റ് 15%. 15% സെക്കൻഡ് കേസാണ്. 1 യൂണിറ്റിന് വാല്യൂ 2000 ആണെങ്കിൽ 2 യൂണിറ്റിന് വാല്യൂ എത്രയാണ്? 4000 രൂപ. ഓപ്ഷൻ ബി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ. യെസ്, ഡ്യൂറിങ് എ സ്കൂൾ എക്സ്കർഷൻ. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ. യെസ്, ഡ്യൂറിങ് എ സ്കൂൾ എക്സ്കർഷൻ ഈച്ച് സ്റ്റുഡൻറ്റ് ഓഫ് ജൂനിയർ സ്കൂൾ വാസ് ചാർജ് 325, ഈച്ച് സ്റ്റുഡൻറ്റ് ഓഫ് സീനിയർ സ്കൂൾ വാസ് ചാർജ് 400. ഇപ്പോൾ ഈച്ച് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ആവറേജ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്കൂളിലെ ആൾക്കാരുടെ ആവറേജ് 325 ആണെങ്കിൽ സെക്കൻഡ് സ്കൂളിലെ ആൾക്കാരുടെ ആവറേജ് 400 ആണ്. ഇഫ് ദെയർ വെയർ 80 സ്റ്റുഡൻസ് ഫ്രം ജൂനിയർ സ്കൂൾ ആൻഡ് ദ കമ്പൈൻഡ് ആവറേജ് എമൗണ്ട് ചാർജ് പെർ സ്റ്റുഡൻറ്റ് എന്ന് വെച്ചാൽ കമ്പൈൻഡ് ആവറേജ് ഇത്രയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ഫ്രം സീനിയർ സ്കൂൾ വെൻ ഫോർ ദ എക്സ്കർഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് അലിഗേഷൻ വഴിയും ഡീവിയേഷൻ വഴിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡീവിയേഷൻ വഴി ചെയ്യാം. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പറാണ്. അത് ഡീവിയേഷൻ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ എന്ത് ചെയ്യാം? നമ്മളെ അലിഗേഷൻ ചെയ്യാം. ഇവിടെ പറയുന്നു 80 എത്രയാണ്? 80 സ്റ്റുഡൻസ് ഉണ്ട് ജൂനിയർ സ്കൂളിൽ. ഇപ്പോൾ 80 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 325 ആണ്. ബാക്കി എത്ര സ്റ്റുഡൻസ് എന്ന് അറിഞ്ഞൂടാ. അവർക്ക് 400 ആണ് ചാർജ് ചെയ്തത്. ഓവറോൾ എത്രയാണ്? 352 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ജൂനിയർ സ്റ്റുഡൻസും ജൂനിയറും സീനിയറും. ഇപ്പോൾ ജൂനിയർ സ്റ്റുഡൻസിൻ്റെ ഒറിജിനൽ വാല്യൂ 80 അറിയാം, നമുക്ക് അവിടെ നിൽക്കട്ടെ. അവർക്ക് 325 ആണ് ചാർജ് ചെയ്തത്. മറ്റേ സീനിയറുകാർക്ക് 400 ആണ് ചാർജ് ചെയ്തത്. ഓവറോൾ 352 വന്നുള്ളൂ. നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? ഇവിടെ 48 വരും. ഇവിടെ എന്ത് വരും? ഡിഫറൻസ് എന്ത് വരും? 27 വരും. ഇപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് 3 വെച്ച് കിട്ടുമ്പോൾ 16 റേഷ്യോ 9 കിട്ടും. അതായത് ജൂനിയർ സ്റ്റുഡൻസ് 16 യൂണിറ്റ് ആണെങ്കിൽ സീനിയർ സ്കൂളിലെ സ്റ്റുഡൻസ് 9 പേരാണ്. 16ൻ്റെ വാല്യൂ ആണ് 80 തന്നിട്ടുള്ളത്. 16 ഗുണം 5 ആണ്. ഹൗ മെനി സ്റ്റുഡൻസ് ഫ്രം സീനിയർ? 9 ഗുണം 5 45. എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇപ്പോൾ ഡീവിയേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഡീവിയേഷൻ ഒന്നും വേണ്ട. ഈ ഒരു അലിഗേഷൻ എന്ന് പറയുന്ന വഴി എന്ത് ചെയ്താൽ ചെയ്താൽ മതി. അലിഗേഷനൊക്കെ നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ ആ ഒരു അർജുന ബാച്ചിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ട് പഠിക്കുക കേട്ടോ. യെസ്, നെക്സ്റ്റ് അവറേജിൻ്റെ 2 ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ₹150 ബി ബൈസ് 10 pens for ₹8 each, 10 erasers for ₹5 each and some sharpeners for 4 each. വാട്ട് ഈസ് ആവറേജ് പ്രൈസ് പെർ ഐറ്റം? ഇത് സിമ്പിൾ അല്ലേ. ഇപ്പോൾ 10 പേന 8 രൂപയ്ക്ക് 150 രൂപയാണ് ഉള്ളത്. അപ്പോൾ 150 രൂപയാണ് ടോട്ടൽ ഉള്ളത്. ആവറേജ് പ്രൈസ് പെർ ഐറ്റം എന്ന് പറഞ്ഞാൽ നോക്കേ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയപ്പോൾ സം ബൈ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ 150/10 10 20 ആൻഡ് സം ഷാർപ്പ്നെസ്. ഓക്കെ, സം ഷാർപ്പ്നെസ് എന്ന് പറഞ്ഞാൽ സം ഷാർപ്പ്നെസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ 10 പേന 8 രൂപ എന്ന് വെച്ചാൽ എത്ര രൂപയായി? 80 രൂപയായി. 10 റേസർ 5 രൂപ എന്ന് വെച്ചാൽ 50 രൂപയായി. ഇപ്പോൾ 80 130 ബാക്കി എത്ര? 20 വേണ്ടത്. 150 വരണം. ഓക്കെ, 20 ആവണമെങ്കിൽ 4 രൂപ വെച്ച് എത്ര എണ്ണം വാങ്ങണം? 5 എണ്ണം വാങ്ങണം. അപ്പോൾ മറ്റേ എണ്ണം എത്രയാണ്? ഇറേസറിൻ്റെ ഷാർപ്പ്നറിൻ്റെ എണ്ണം 5 എണ്ണമാണ്. ഇപ്പോൾ ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ 10 10 20 5 25. അപ്പോൾ 150/25 എത്രയാണ്? പ്രൈസ് പെർ ഐറ്റം ₹6 ആണ്. സം ബൈ നമ്പറാണ് നമ്മുടെ ആവറേജ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? വരും. ഓക്കെ, ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ കണ്ടു. യെസ്, അതൊക്കെ ചിലപ്പം ചിലർക്ക് തെറ്റിയതായിരിക്കും, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഈവൽ സ്റ്റുഡൻസ് ഓഫ് എ കോളേജ് വെൻ ടു എ ഹോട്ടൽ. 20 പേര് പോയി. 19 ഓഫ് ദം സ്പെൻഡ് 175 ഈച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ആവറേജ് സ്പെൻഡിങ് എത്രയാണ്? 175 ആണ്. ആൻഡ് 20th സ്റ്റുഡൻറ്റ് എന്താണ്? സ്പെൻഡ് 19 മോർ ദാൻ ദ ആവറേജ് ഓഫ് ഓൾ ദ 20. ഫൈൻഡ് ദ ടോട്ടൽ മണി സ്പെൻഡ് ബൈ ദം. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അലിഗേഷൻ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ 19 പേര് 175 അവരുടെ ആവറേജ്. ലാസ്റ്റുള്ള ആളുടെ ആവറേജ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓവറോൾ ആവറേജ് എക്സ് ആണെങ്കിൽ ഇതെന്താണ്? എക്സ് പ്ലസ് 19 ആണ്. അത് നമുക്കറിയാം. അതിനേക്കാളും 19 കൂടുതലാണ് അയാളുടെ ആവറേജ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ടോട്ടൽ മണിയാണ്. ടോട്ടൽ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ടോട്ടൽ ആവറേജ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എക്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ആവറേജ് ഓഫ് ഓൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ്. എക്സും എക്സ് പ്ലസ് 19 തമ്മിലുള്ള ഗ്യാപ്പ് 19 ആണ്. അപ്പോൾ 19ൻ്റെ വാല്യൂ ആണ് ഇവിടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. എത്രയാണ്? 19 യൂണിറ്റ്. 19ൻ്റെ വാല്യൂ ആണ് 19 യൂണിറ്റ്. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ആയിരിക്കും കേട്ടോ. അലിഗേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 2 എക്സ്ട്രീം വാല്യൂസ്, അതിൻ്റെ മിഡിലുള്ള വാല്യൂ. അലിഗേഷൻ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അർജുന ബാച്ചിൻ്റെ ക്ലാസ്സുകളെടുത്ത് കാണുക. അതിനകത്ത് ഈ മെത്തേഡ് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1ൻ്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? 1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 19ൻ്റെ വാല്യൂ 19 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 125ൻ്റെ എക്സിലോട്ട് എന്ത് ചെയ്യാണ്? കൂടുവാണ്. കാര്യം എന്താ?
175 കൂടി എക്സിലെത്തി, അതിൽ നിന്നും കൂടി. ഇപ്പോൾ ഇവിടുന്ന് കൂടുവാണെങ്കിൽ ഇവിടുന്ന് എന്തായിരിക്കും കൂടുതൽ തന്നെ ആയിരിക്കും. 1ൻ്റെ വില 1 ആണ്. ഇപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടും? 175 + 1 176 കിട്ടും. ഇപ്പോൾ എക്സിൻ്റെ വില 176 ആണ്. നമുക്ക് ഫൈൻഡ് ദ ടോട്ടൽ മണി എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 20 പേര്. 176 × 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 200, 340, 352. 0 ഓപ്ഷൻ സി. ഇത്രയും രൂപയായിരിക്കും എന്ത് ചെയ്തത്? ടോട്ടൽ അവർ സ്പെൻഡ് ചെയ്തത്. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം എന്ന് മാത്രം. ഓക്കെ, ഇത് നമ്മളുടെ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്കായിട്ട് ചെയ്യാമോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് 1, 2, 3 ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇത് അടുത്ത നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻ 2 ഉണ്ട്. നമ്മുടെ നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ, നമ്മുടെ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ, ഓക്കെ, ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ക്ലാസ് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ്സുകളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കണ്ടന്റ് ചെയ്യുവാണ്, ഇതിനെ ഇഗ്നോർ ചെയ്ത് പോവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് എക്സ്പെക്റ്റഡ് പേപ്പർ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും, പക്ഷേ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രം. ഓക്കെ, അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇവിടുന്ന് ഒക്കെ എടുക്കുന്നതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പല ചാപ്റ്ററിൽ നിന്ന് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയുക. ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് എനിക്കറിയാം, പക്ഷെ അത് എക്സാമിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ആ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, എങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ അറിയുക. ഒരിക്കലും എക്സും വൈയും മാത്രമായിട്ടുള്ള സൊല്യൂഷൻസ് അല്ല ഉള്ളത്. എങ്ങനെ ഇതിലോട്ട് എത്താൻ പറ്റും എന്ന് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ചിന്തിക്കുക. എങ്ങനെ നമുക്ക് എത്താൻ പറ്റും, ഈ ഒരു സൊല്യൂഷനിലോട്ടുള്ള ലെവലിലോട്ട് നിങ്ങൾ എത്താൻ പറ്റും എന്ന് ആലോചിക്കുക. അപ്പോൾ കമൻറ്റായിട്ട് നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് പറയുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.